മണ്ഡലം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലാണ്. പത്തനംതിട്ടയിലെ ആറന്മുളയിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറന്മുള. വീണ ജോർജിനെ എതിരിടുന്നത് അബിൻ വർക്കിയും കുമ്മനം രാജശേഖരനുമാണ്. ശക്തമായ സാമുദായിക സ്വാധീനമുള്ള മണ്ഡലത്തിൽ സാമുദായിക വോട്ടുകളാണ് വിധി നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ആറന്മുളയിൽ വീണ ജോർജിന്റേത് മൂന്നാം അംഗമാണ്. ആരോഗ്യവകുപ്പിനെതിരെ നിരവധി തവണ ഉയർന്ന വിമർശനങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇടതു ക്യാമ്പിനുണ്ട്. പക്ഷേ 10 വർഷമായുള്ള മണ്ഡലത്തിലുള്ള വ്യക്തിബന്ധവും അതുപോലെ തന്നെ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളും ഇത്തവണയും വീണ ജോർജിന് തുണയാകുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. 2021-നേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആറന്മുളയിൽ വിജയിക്കും. എന്താണ് അതിന് കാരണം? അങ്ങനെ അത്രത്തോളം ആത്മവിശ്വാസത്തിന് കാരണം? ആറന്മുള നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷക്കാലം നമ്മുടെ മണ്ഡലത്തിൽ നമ്മൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ എല്ലായിടത്തും മുക്കിലും മൂലയിലും വികസനം എത്തിക്കുന്നതിന് സാധിച്ചു. ഇപ്പോൾ ഫേസ്ബുക്കിൽ താങ്കൾക്കെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നു, അതിനെതിരെ പരാതി കൊടുക്കുന്നു. അതിന് കൃത്യമായൊരു അജണ്ടയുണ്ട്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ തകർക്കുക എന്നുള്ള അജണ്ട അതിന്റെ പിന്നിലുണ്ട്. ആ അജണ്ട സത്യമാണെന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന രേഖകൾ വ്യക്തമാക്കുന്നത്. മരുന്ന് കമ്പനികളിൽ നിന്ന് പണം വാങ്ങിച്ചിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ അത് വളരെ വ്യക്തമാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഭൂരിപക്ഷം മറികടക്കാനുള്ള ആരോഗ്യം അബിൻ വർക്കിക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആരോഗ്യവകുപ്പിലെ വീഴ്ചകളാണ് അബിൻ വർക്കിയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചരണായുധവും. സമുദായ വോട്ടുകളിലെ ഭിന്നിപ്പും BJP നേടുന്ന വോട്ടുകളും തുണയാകുമെന്ന് UDF കരുതുന്നു. ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമാണല്ലോ. അപ്പോൾ ഈ ആരോഗ്യ വകുപ്പിലെ വീഴ്ചകൾ, പ്രശ്നങ്ങളൊക്കെ തന്നെയാണോ പ്രധാനമായി ചർച്ചയാകുന്നത്? അതെ, ആരോഗ്യമുള്ള ഒരു ആറന്മുളയ്ക്കായിട്ടാണ്. അപ്പൊ ഇതിനകത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലുള്ള ശ്രീമതി വീണ ജോർജിനെയാണ് വിമർശിക്കപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും വ്യക്തിപരമല്ലല്ലോ. ഇപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ, കത്രിക കുടുങ്ങിയ അവസ്ഥ, പഞ്ഞി കുടുങ്ങിയ അവസ്ഥ, മരുന്നില്ലാത്ത അവസ്ഥ, കോന്നി മെഡിക്കൽ കോളേജിൽ തന്നെ വളരെ അതിദാരുണമാണ് അവിടുത്തെ അവസ്ഥ. കാരണം അവിടുത്തെ സൂപ്രണ്ടൻ്റ് എഴുതി വെച്ച നോട്ടീസ് നമ്മൾ കണ്ടതാണ്. ഈ കോഴഞ്ചേരിയിൽ തിരുവനന്തപുരത്തിന് പുറമേ ഉണ്ടായിരുന്ന ഏക RCCയുടെ സെൻറ്റർ കോഴഞ്ചേരിയിലായിരുന്നു. അത് പൂട്ടപ്പെട്ടത് ഈ കാലയളവിലാണ്. അപ്പോൾ അങ്ങനെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ജില്ലയ്ക്ക് ഒട്ടേറെ അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ചർച്ച ചെയ്യും. കുമ്മനം രാജശേഖരനാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം ആറന്മുളയിൽ പരിചിതനും കൂടിയാണ്. BJP പിടിക്കുന്ന വോട്ടുകൾ ആർക്കാണ് ദോഷം ചെയ്യുന്നത്? അതായത് BJPക്ക് വോട്ടുകളുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ കേരളത്തിൽ എന്ന പോലെ CJP സഖ്യം ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJPക്ക് വോട്ട് ചെയ്യുമോ, BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം മാത്രം അത് വരും ദിവസങ്ങളിലാണ് തീരുമാനിക്കുകയുള്ളൂ. കേരളത്തിലുടനീളം തന്നെ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. കരുത്തരെ കളത്തിലിറക്കിയപ്പോഴെല്ലാം വോട്ടുയർത്തിയ ചരിത്രമാണ് ആറന്മുളയിൽ NDAക്കുള്ളത്. 2016 MT രമേശിന് 30,000-ത്തിലധികം വോട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രന് 50,000-ത്തിലധികം വോട്ടും ലഭിച്ചിരുന്നു. ആറന്മുളയിലെ ജനങ്ങൾക്കിടയിലുള്ള കുമ്മനം രാജശേഖരന്റെ സ്വാധീനം ഇത്തവണ വോട്ടായി മാറുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഇവിടെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 50,000-ത്തിനടുത്ത് വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ 50,000 വോട്ടുണ്ടെന്നുള്ളതല്ലോ. എനിക്കിനി കുറച്ചുകൂടി പിടിച്ചാൽ മതി, അത്രയ്ക്കുള്ള കാര്യമേ ഉള്ളൂ. ഇവിടെ ഭൂരിപക്ഷവും കവിഞ്ഞ് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. എന്നോട് വിരോധമുള്ള ഒരാരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വോട്ട് തരാൻ തയ്യാറായി നിൽക്കുന്ന ജനങ്ങളെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് പ്രതികൂലമായ ഒരു ഘടകവുമില്ല. എനിക്കെതിരായിട്ടൊരു ആരോപണവും ഒരു എതിർ സ്ഥാനാർത്ഥികളൊന്നും പറയുന്നില്ല. ഉണ്ടെങ്കിൽ എനിക്ക് മറുപടി പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ നേമത്ത് സിറ്റിംഗ് സീറ്റിലായിരുന്നു താങ്കൾ മത്സരിച്ചത്. പക്ഷെ അന്ന് ആ സീറ്റ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അങ്ങനെ നേരത്തെ അവിടെ വോട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇത്തവണ അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അല്ല, വോട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ വരുന്നത്. എനിക്കിവിടുത്തെ ജനങ്ങൾ വിശ്വാസമാണ്, ജനങ്ങൾക്ക് എന്നിൽ വിശ്വാസമാണ്. അതുകൊണ്ട് എനിക്ക് വോട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നു. അല്ലാതെ എനിക്ക് ഈ ഇലക്ഷൻ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന അരിത്തമെറ്റിക് ഗണിതശാസ്ത്രമല്ല, അത് കെമിസ്ട്രിയാണ്. അതിൻ്റെ അകത്തൊരു കെമിസ്ട്രി ഉണ്ട്, അതിൻ്റെ അകത്തൊരു രസതന്ത്രമുണ്ട്. ആ രസതന്ത്രം എനിക്ക് അനുകൂലമാണ്. അരിത്തമെറ്റിക് എന്തോ ആയിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടർക്ക് മാത്രമേ ഈ കേരളത്തിൽ കഴിഞ്ഞ 70 വർഷത്തിനിടെ ജയിക്കാൻ പറ്റുള്ളായിരുന്നു. കണക്ക് ഗണിതശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആറന്മുള കണ്ണാടിയിൽ തെളിയുന്നത് ആരുടെ മുഖമായിരിക്കും? വീണ ജോർജിന്റേതോ അബിൻ വർക്കിയുടേതോ അതോ കുമ്മനം രാജശേഖരന്റേതോ? ആറന്മുളക്കാരുടെ മനസ്സ് കണ്ണാടി പോലെ തെളിഞ്ഞു വരേണ്ടിയിരിക്കുന്നു. കാത്തിരിക്കാം.